ആദ്യം തന്നെ ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ദിവസമായി കേട്ടോ ഈ വീഡിയോസൊക്കെ എൻ്റെ ഫോൺ ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ മറന്നേ പോയി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ICC കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു. മെയ് 15-ഉം 16-ഉം ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസവും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേയിലെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും പാട്ടും ഡാൻസും കുട്ടികളുടെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലോത്ത് സ്റ്റോർ ഉണ്ടായിരുന്നു, ജ്വല്ലറി, ആക്സസറീസ്, പിന്നെ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു, പിന്നെന്താ മെഹന്തി സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ജ്വല്ലറി സ്റ്റോളിൽ നിന്ന് ഞാൻ ഒരു ബാർഗെയിനൊക്കെ ചെയ്തിട്ട് ഒരു സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. കമ്മലിൽ തന്നെ 10 റിയാൽ, 20 റിയാൽ, 30 റിയാലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിൽ പക്ഷേ അത്യാവശ്യം ആളെ ഉള്ളായിരുന്നു. സെക്കൻഡ് ഡേയിലായിരുന്നു നല്ല തിരക്ക്. ഒരുപാട് സ്റ്റോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് മെഹന്തിയൊക്കെ വേണേൽ ഇടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ സമയത്ത് മെഹന്തി ഇടാൻ തോന്നിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇടായിരുന്നു എന്ന് തോന്നി കേട്ടോ. പിന്നെ ഫുഡ് സ്റ്റോൾസിൻ്റെ അകത്ത് വന്നപ്പോൾ നമ്മുടെ ആലിഷ്യൻ റെസ്റ്റോറൻറ്റ് ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എവിടെ പോയാലും ഈ പാനിപ്പൂരി കണ്ട അപ്പം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒരു സമാധാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഈ ഷെറി പഞ്ചാബ് എന്ന് പറയുന്ന ഈ സ്റ്റോളിൽ നിന്ന് ഈ ഒരു ഗ്രിൽഡ് ചിക്കനും ഇതിൻ്റെ കൂടെ ഒരു പച്ച മിൻ ചട്നി കിട്ടും. അത് മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറേ നേരം കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. നമ്മൾ സമയം പോകുന്നത് അങ്ങനെ അറിയുന്നേ ഇല്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒരുപാട് ആൾക്കാരുടെ കൂടെ നമ്മളിരുന്ന് ഇങ്ങനെ കാണുമ്പം അത്രയും സമയം പോകുന്ന തോന്നുന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ ഈ കാണുന്നത്. സെക്കൻഡ് ഡേയിൽ അനൂപ് ശങ്കറിൻ്റെ മ്യൂസിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം മ്യൂസിക് ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നത്.